എങ്ങനെയാണ് നമ്മളൊരു ഫുഡ് പ്ലേറ്റ് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് പ്ലേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണം ഉണ്ടാവും. മെയിൻ ആയിട്ടുള്ള അതാണ്. അതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? വെജിറ്റബിൾസ് ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാവണം, അതിന് ചേരുന്ന ധാന്യങ്ങളെല്ലാം ചേർത്തിട്ട് നല്ല ഗുഡ് ഫാറ്റോട് കൂടി ആവശ്യമായിട്ടുള്ള വാട്ടറോട് കൂടിയാണ് നമ്മളൊരു ഫുഡ് പ്ലേറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പിക്ചർ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്നതാണ് നമ്മുടെ ഫുഡ് പ്ലേറ്റിനെ നമ്മൾ 4ആയിട്ട് ഭാഗിക്കുക. ഈ 4ആയിട്ട് ഭാഗിച്ചതിന്റെ പകുതി വെജിറ്റബിൾസ്, ഒന്ന് നമുക്ക് വേവിച്ച വെജിറ്റബിൾസും എടുക്കാം, ഒരു പാർട്ട് നമുക്ക് വേവിക്കാത്ത വെജിറ്റബിൾസും എടുക്കാം. വേവിക്കുന്നത് നമ്മളിപ്പോ ഒരു പച്ചക്കറി കൊണ്ടാണ് ഉപ്പേരി തോരനൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ മറ്റേ പാർട്ടിൽ വേവിക്കാത്ത നമുക്ക് സാലഡ് ആയിട്ട് മിക്സഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുക. പല കളറിലുള്ള വെജിറ്റബിൾസ് എടുക്കുക, കോച്ച് പറഞ്ഞതുപോലെ. അങ്ങനെ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൽ നിന്നും കുറേശ്ശെ വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ കിട്ടും. ഇത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു അളവിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് നമുക്ക് നോർമൽ സോഴ്സിൽ നിന്ന് കുറച്ച് എടുക്കാനും പറ്റും. അതുപോലെ തന്നെ പിന്നെ ഉള്ള ഒരു പാർട്ട്, അതിൽ ഗുഡ് പ്രോട്ടീൻ ഉണ്ടാവണം, ഗുഡ് ഫാറ്റ് ഉണ്ടാവണം. ഇത് ഇത്രയും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് ക്രമീകരിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വരെ ഉള്ളതിനേക്കാളും ആരോഗ്യത്തോടു കൂടി നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ജീവിക്കാൻ കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചേർക്കേണ്ടത്? ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 50% വെജിറ്റബിൾസ് ഓർ ഫ്രൂട്ട്സ് ചേർക്കുക. അപ്പോൾ എല്ലാവർക്കും ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഷുഗർ കണ്ടന്റ് കുറഞ്ഞ ഫ്രൂട്ട്സ് കഴിക്കുക. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിലും ഷുഗർ കണ്ടന്റ് കുറഞ്ഞ ഫ്രൂട്ട്സ് കഴിക്കുക. കാരണം ഷുഗർ കണ്ടന്റ് ഉള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഷുഗർ നമുക്ക് ഡൈവേർട്ട് ആയിട്ട് ഫാറ്റ് ആയിട്ടാണ് ഡെപ്പോസിറ്റ് ആവുക. അതുകൊണ്ട് തന്നെ ഷുഗർ കണ്ടന്റ് കുറഞ്ഞ പുളിയൊക്കെ ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം. കാർബ് കഴിക്കുന്നതിൽ നിന്നൊരു ഷുഗർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ പുതിയ ഷുഗർ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. വെയിറ്റ് ലോസ് ചെയ്യുന്നവര്, വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക് അത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഉൾപ്പെടുത്താൻ പറ്റുക? ലീഫി ഗ്രെയിൻസ് ആൻഡ് വെജിറ്റബിൾസ്, എല്ലാ വർഗ്ഗങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുക. അതായത് ചീര, മുരിങ്ങയില, ക്യാബേജ്. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ ക്യാരറ്റ് കഴിക്കേണ്ട, അല്ലാത്തവർക്ക് ക്യാരറ്റ്, ക്യുക്കുംബർ, ബീട്രൂട്ട്, ബീൻസ്. ഇതിൽ ക്യുക്കുംബർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി ബേസിൽ നമ്മൾ ക്യുക്കുംബർ ഉൾപ്പെടുത്തുക. ക്യുക്കുംബർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കക്കിരിക്ക. അത് തന്നെ നമുക്ക് 2-3 ഐറ്റംസ് ഉണ്ട്. മറ്റേ കിയാറൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ ഗ്രീൻ കളർ, ഗ്രീന് കൂടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളത്, അതും കഴിക്കാം കേട്ടോ. ഇതിൽ ഈ വെള്ളരി വർഗത്തിൽപ്പെട്ട ഏത് സാധനവും കഴിക്കാം. കാരണം നന്നായിട്ട് വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് അത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേക്ക് പപ്പായ, പേരയ്ക്ക, ഓറഞ്ച്, ആപ്പിൾ ഗ്രീൻ ആപ്പിൾ. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഗ്രീൻ ആപ്പിൾ കഴിക്കുക. ഷുഗർ പേഷ്യൻസും ഗ്രീൻ ആപ്പിൾ കഴിക്കുക. വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവരാണെങ്കിൽ നോർമൽ ആപ്പിൾ കഴിക്കാം. ഈ പപ്പായ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത പപ്പായ ഒരിക്കലും എടുക്കരുത്. കാരണം അതിൽ ഷുഗർ കണ്ടന്റ് കൂടും. കുറച്ച് ഒന്ന് പഴുപ്പായി തുടങ്ങുന്ന, അധികം മധുരം വെക്കാത്ത പപ്പായ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. പേരയ്ക്ക ആയാലും അതുപോലെ തന്നെയാണ്. ഓറഞ്ചിന് പിന്നെ കുഴപ്പമില്ല, അതിൽ നന്നായിട്ട് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്, നമുക്ക് യൂസ് ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാലുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈ ഫൈബർ നമ്മുടെ ബോഡിയിൽ കിട്ടും. അതുപോലെ വൈറ്റമിൻസും കിട്ടും. ഈ ഫൈബറും നല്ല വൈറ്റമിൻസും നമ്മുടെ ബോഡിയിൽ കിട്ടുമ്പോൾ നമ്മുടെ ഫാറ്റിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മെറ്റാബോളിസം കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുന്നത് സ്പീഡ് കൂടി പോവുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് മ്യൂട്ട് ഓൺ ആക്കിയിട്ട് പറയാം. ടൈപ്പ് ചെയ്താൽ ഞാൻ കാണൂല കേട്ടോ. സ്ലൈഡ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ടൈപ്പ് കാണൂല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞാൽ മ്യൂട്ട് ഓൺ ആക്കുക. ഇനി ഈ പറയുന്നതിൽ ഡൗട്ട്സ് ആണ് ഉള്ളതെങ്കിൽ ഏറ്റവും അവസാനം ചോദിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ആ ഒരു ഫുഡ് പ്ലേറ്റിന്റെ പകുതി നമുക്ക് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ ഉള്ളത് പിന്നുള്ള പകുതി. ആ പകുതിയിൽ നമ്മൾ നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ വേണം. നിങ്ങൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സമയത്ത് കോച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഒരു ബിൽഡിങ്ങിന് സിമന്റ് എങ്ങനെയാണോ ബലം നൽകുന്നത് അതുപോലെയാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ പ്രോട്ടീൻ സ്ട്രെങ്ത് നൽകുന്നത്. സോ നമ്മൾ പ്രോട്ടീൻ കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ക്ഷീണം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ മുടികൊഴിച്ചിൽ ഉണ്ടാവും. ഇപ്പൊ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാവും, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. ഇതെല്ലാം പ്രോട്ടീൻ കുറയുന്നതിന്റെ ഒരു സിംറ്റം ആണ്. ഇതുകൊണ്ട്
മാത്രമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നല്ല, പക്ഷെ ഇതൊരു മൂല കാരണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏതെല്ലാം പ്രോട്ടീൻസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക? നമുക്ക് പയറിൽ പ്രോട്ടീൻ ഉണ്ട്, കടലയിൽ പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ തന്നെ പച്ചപ്പട്ടാണിയിൽ പ്രോട്ടീൻ ഉണ്ട്, പനീറിലുണ്ട്, ടോഫുവിലുണ്ട്. അപ്പൊ നമ്മൾ ഈ പയറ്, കടല, പട്ടാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ചോറ് എടുക്കരുത്. കാരണം അതിൽ പ്രോട്ടീൻ ഉണ്ട് എന്നതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കാർബ് ഉണ്ട് എന്നുള്ളത്. പ്രോട്ടീൻ ഫുള്ളായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പയറും കടലയും എല്ലാം നമുക്ക് നോർമലി വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് കഴിക്കാം, വേവിച്ചിട്ട് കഴിക്കാം. അപ്പൊ നമുക്ക് നന്നായിട്ട് പ്രോട്ടീൻ കിട്ടും. പക്ഷേ ആ സമയത്ത് നമ്മൾ അതിന്റെ കൂടെ ചോറും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഹൈ കാർബാവും. സോ നമ്മൾ ചോറ് എടുക്കുന്ന സമയത്ത് ഈ പയറ്, കടല എടുക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ പയറും കടലയും എല്ലാം നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാം. ചോറിന്റെ കൂടെയും ദോശയുടെ കൂടെയും പുട്ടിന്റെ കൂടെയും കഴിക്കാം. അത് മുളപ്പിച്ചതിന് ശേഷം കഴിക്കാം. മുളപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല ഹൈ ഫൈബർ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ രീതിയിൽ കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ പനീർ, ഇപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നോർമൽ പനീർ നല്ലതല്ല, അവർക്ക് ടോഫു പനീറാണ് ബെറ്റർ. ഇത് വെയിറ്റ് ലോസ് കഴിഞ്ഞ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നോർമൽ പനീർ കഴിക്കാം. വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ നോർമൽ പനീർ കഴിക്കാം. പനീർ എന്ന് പറഞ്ഞാൽ ഗുഡ് ഫാറ്റ്, ഗുഡ് പ്രോട്ടീൻ ആണ്, ഗുഡ് ഫാറ്റ് ആണ്. പക്ഷേ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നോർമൽ പനീർ ഒഴിവാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇത് നമ്മളിപ്പോ പറഞ്ഞത് വെജിറ്റേറിയൻ പ്രോട്ടീൻ. ചിലർ വെജ് ആയിരിക്കാം, അപ്പോൾ വെജ് ആയിട്ടുള്ളവർക്കും പ്രോട്ടീൻ വേണമെന്നല്ലോ, അവർക്ക് കിട്ടാനുള്ള ഒരു സോഴ്സ് ആണ് ഈ പറഞ്ഞത്. ഇനി നോൺ വെജ്, നോൺ വെജിലാണെങ്കിൽ നമുക്ക് മുട്ട നല്ലതാണ്, ഫിഷ് നല്ലതാണ്, ഗ്രിൽഡ് ചിക്കൻ നല്ലതാണ്. ഗ്രിൽഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ എല്ലാവരും പോയിട്ട് വൈകുന്നേരം ഗ്രിൽഡ് ചിക്കൻ കഴിക്കാൻ പോകണ്ട കേട്ടോ. നമ്മൾ കടയിൽ പോയിട്ട് കഴിക്കുന്ന ഗ്രിൽഡ് ചിക്കനിൽ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് അവർ ഗ്രില്ല് ചെയ്ത് തരുന്നത്. അതല്ല, നമുക്ക് നോർമലായിട്ട് വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ വേറൊരു സാധനം ഉണ്ടല്ലോ, എണ്ണയൊന്നും ചേർക്കാണ്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്ന, അതിന്റെ പേര് മറന്നുപോയി. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് ഒരാളിന് 250 ഗ്രാം ചിക്കൻ വരെ കഴിക്കാം. എന്നാൽ ഒരു ഫുൾ പ്രോട്ടീൻ എന്നുള്ളത് എഗ്ഗാണ്. എഗ്ഗില് പ്രത്യേകിച്ച് കാർബൊന്നുമില്ല, അത് പുഴുങ്ങി കഴിഞ്ഞാൽ. എന്നാൽ ഈ എഗ്ഗ് നമ്മൾ ഓംലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ ബാഡ് കലോറി വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കലോറിയുടെ അളവ് കൂടുകയും ചെയ്യും. എന്നാൽ എഗ്ഗ് പുഴുങ്ങി നമ്മൾ കഴിക്കുന്ന സമയത്ത് അതൊരു ഗുഡ് പ്രോട്ടീൻ ആണ്, നല്ലൊരു സോഴ്സ് ആണ്. നമുക്കൊരു ആളിന്, നോർമലി ഉള്ള ഒരാളിന് 3 എഗ്ഗ് വരെ ഫുള്ളായിട്ട് കഴിക്കാം. ഇതിന് കൊളസ്ട്രോൾ ഉള്ള ആളിനായാലും കഴിക്കാം, ഷുഗർ ഉള്ള ആളിനായാലും കഴിക്കാം, എന്ത് പ്രോബ്ലം ഉള്ളവർക്കായാലും കഴിക്കാം. യൂറിക് ആസിഡ് ഉള്ളവർക്ക് കഴിക്കില്ല. യൂറിക് ആസിഡ് ഓൾറെഡി ബോഡിയിൽ പ്രോട്ടീൻ എക്സസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവർ ഈ സാധനങ്ങൾ ഒഴിവാക്കുക, അല്ലാത്തവർക്ക് കഴിക്കാം. പിന്നെ ഫിഷ് നമുക്ക് ഗുഡ് പ്രോട്ടീൻ ആണ്. പക്ഷെ ചില ഫിഷ് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് നല്ലതല്ല. അതായത് റെഡ് കളർ മീറ്റ്, ചുവന്ന നമ്മളെ സൂത, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കല്ലുമ്മ, അല്ലാണ്ട് നല്ല വെള്ള കളറുള്ള മീറ്റ് ഉണ്ടാവും, ഇറച്ചി ഉണ്ടാവും ഫിഷില്. അങ്ങനത്തെ ഫിഷൊക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഉള്ളവര് മത്തി പോലുള്ള സാധനങ്ങളൊന്നും കഴിക്കരുത്, അതിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. യൂറിക് ആസിഡ് ഉള്ളവർക്കും പയറ്, കടല, ഗ്രീൻ പീസ് എല്ലാം കഴിക്കാം, മുളപ്പിച്ച് 2 ഇല വന്നതിന് ശേഷം. അപ്പൊ അത് ഫൈബർ ആയിട്ട് മാറും, അതിൽ പ്രോട്ടീൻ്റെ അളവ് നന്നായിട്ട് കുറയും. ഇതല്ലാണ്ട് ഇപ്പോ പയറും കടലയും നോർമലി യൂറിക് ആസിഡ് ഉള്ളവരോട് കഴിക്കണ്ടെന്ന് പറയാം. അത് വെച്ചിട്ട് ലൈഫിൽ അത് ഒഴിവാക്കണമെന്നല്ല. അതിനെ നമ്മൾ പ്രോസസ് ചെയ്ത് മുളപ്പിച്ച് ഒരു 4 ദിവസം മുളച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രോട്ടീൻ അവിടെ വിഘടിച്ചു പോകും. പിന്നെ അവിടെ ഫൈബർ ആണ് കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും. ഈ രീതിയിൽ നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യാൻ, നമുക്ക് വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ സാധനങ്ങളെല്ലാം കഴിക്കാൻ പറ്റും. എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്ന കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇതൊന്നും നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ചിലർ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പയറ് കഴിക്കൂല, കടല കഴിക്കൂല. ഇതൊന്നും കഴിക്കാണ്ട് എന്തെങ്കിലും ഒരു ഇച്ചിരി ചോറ്, കുറച്ച് ഉപ്പേരി മാത്രം വെച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് വെയിറ്റ് ഗെയിനിന് കാരണമാവും. അപ്പൊ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രോസസ്സിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഈ ഒരു ഫുഡ് ചേഞ്ച് ചെയ്ത പ്രോസസ്സിൽ നമ്മൾ എല്ലാ സാധനവും കഴിച്ച് തന്നെ നമ്മുടെ ഹെൽത്ത് നമുക്ക് വീണ്ടെടുക്കുക. അപ്പൊ അത് കഴിക്കേണ്ട രീതിയും പ്രോസസ്സ് ചെയ്യേണ്ട രീതിയും കറക്റ്റ് ആയിട്ട് കോച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്ത് ഇതാണ് ശരിയെന്ന് വിചാരിച്ച് ഒരിക്കലും ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് ആ വിഷയത്തെ കുറിച്ച് അറിയുന്ന ആളോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. നമ്മൾ സ്വയം നമുക്കൊരു ഡോക്ടർ ആവരുത്. അത് പിന്നീട് നമുക്ക് ഏറ്റവും വലിയ പാരയായിപ്പോകും. 25% ഗ്രെയിൻസ് നമുക്ക് ഉൾപ്പെടുത്താം. അതില് എന്തെല്ലാമാണ് ഉൾപ്പെടുത്താൻ പറ്റുക? ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ റൈസ്, രാഗി, അതേപോലെ കുതിരവാലി എന്ന് പറയുന്ന മില്ലറ്റ്സ് ആണ്, ഓട്സ്,
റെഡ് റൈസ്, ബ്ലാക്ക് റൈസ്, ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം. വീട്ടിൽ നോർമലി വാങ്ങുന്ന ജയരി, മട്ടരി, മൂടരി ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് അതിൽ റെഡ് റൈസ്, ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ബ്ലാക്ക് റൈസ് ഈ സാധനങ്ങൾ, അല്ലെങ്കിൽ സോന മസൂരി അരി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞത് പൊന്നി അരിയെങ്കിലും ആക്കുക. അപ്പൊ ഒട്ടും തന്നെ പോളിഷ് ചെയ്തിട്ടില്ല, ഒട്ടും തന്നെ പ്രോസസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഫൈബർ മുഴുവനും അതിലുണ്ടാവും. അപ്പൊ നമ്മൾ കഴിക്കുന്ന അരിയിൽ നിന്നും നമുക്കൊരു ഫൈബർ കണ്ടന്റ് ബോഡിയിൽ കിട്ടും. നോർമലി നമുക്ക് ഒരാളിന് ഒരു ദിവസം എത്ര ഫൈബറാണ് വേണ്ടത്? 35 ഗ്രാം ഫൈബർ ഡെയിലി ബേസിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടിയാലേ നമ്മൾ അന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ആൻഡ് ഓയിലിനെ ബോഡി തന്നെ സ്വയം റിമൂവ് ചെയ്യും. അത് ഈ ഒരു രീതിയിൽ ഫൈബർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ്. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫാറ്റ് ആൻഡ് ഓയിലും അവിടെ ഡെപ്പോസിറ്റ് ആവും. സോ അതുകൊണ്ട് നമ്മൾ ഈ ചിക്കൻ അതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണയൊക്കെ ചേർത്തിട്ടായിരിക്കും പലരും ഉണ്ടാക്കല്. അപ്പൊ അതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് സാലഡ് ഉൾപ്പെടുത്തുക. അപ്പൊ കുറച്ച് അതിൽ വെജിറ്റബിളും കൂടെ ഉൾപ്പെടുമ്പോഴത്തേക്ക് തമ്മിൽ ഭേദം എന്ന് വെച്ചിട്ട് അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്നൊന്നുമല്ല. മാക്സിമം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത് മാത്രം കഴിക്കുക. അത് ഉൾപ്പെടുത്താൻ പറ്റി കഴിഞ്ഞാൽ നല്ലത്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ചോറ് തന്നെ കഴിക്കണം എന്നുള്ള കോൺസെപ്റ്റ് മാറ്റുക. ഒരു ദിവസം റാഗി കൊണ്ടുള്ള പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കുക, ഒരു ദിവസം റാഗി കഴിക്കുക, ഒരു ദിവസം ഈ മുളപ്പിച്ച ധാന്യങ്ങൾ കൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഉഴുന്നാണെങ്കിൽ പോലും നമ്മൾ ഇപ്പൊ വാങ്ങുന്ന ഉഴുന്ന് ഏതാണ്? അതിന്റെ തോലെല്ലാം കളഞ്ഞ് നല്ല പോളിഷ് ചെയ്ത് വൈറ്റ് കളറിലുള്ള ഉഴുന്നാണ് വാങ്ങല്. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മാറ്റിയിട്ട് ഫുൾ ഉഴുന്ന് വാങ്ങുക. ഫുൾ ഉഴുന്ന് വാങ്ങിയിട്ട് അതൊരു 6 മണിക്കൂർ കുതിർത്ത് വാർന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 8 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അതിന് മുള വന്നിട്ടുണ്ടാവും. ഈ ഉഴുന്നിനെ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുക. അപ്പൊ ദോശയ്ക്ക് അരയ്ക്കുമ്പോഴത്തേക്ക് ഉഴുന്ന് ചേർക്കാം. അതിന്റെ കൂടെ ഒരു ഇച്ചിരി ഉലുവ, കുറച്ച് ഉലുവ, അതേപോലെ ഒരു പിടി പയറ്, കടല ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് കുതിർക്കാൻ വെക്കാം. എന്നിട്ട് അത് മുളപ്പിച്ചിട്ട് അതെടുക്കാം. അതിന്റെ കൂടെ നമുക്ക് നോർമൽ പച്ചരി എടുക്കുന്നതിനേക്കാളും നല്ലത് ഈ പറഞ്ഞ ബ്രൗൺ റൈസോ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ റാഗി എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മില്ലറ്റ്സ് എടുക്കുക. ഏറ്റവും ബെറ്റർ അതാണ്. നമുക്ക് അരി പൂർണ്ണമായിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഈ കടികളിലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മില്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പുതിയൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറിന് വളരെ നന്നായിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയും. അതായത് ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്രൗൺ റൈസ്, റാഗി, കുതിരവാലി, ഓട്സ്, റെഡ് റൈസ് അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഓക്കെ, ഇതിന്റെ കൂടെ ഇതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഗുഡ് ഫാറ്റ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ഗുഡ് പ്രോട്ടീൻ കഴിക്കുക, ഫൈബർ വേണം, അതേപോലെ വൈറ്റമിൻസ് ഒക്കെ വേണം. അതേപോലെ ഇമ്പോർട്ടന്റ് തന്നെയാണ് ഗുഡ് ഫാറ്റ്. അപ്പൊ ഗുഡ് ഫാറ്റ് നമുക്ക് കിട്ടുന്നത് കോക്കനട്ട് ഓയിലിൽ നിന്ന് കിട്ടും. അതേപോലെ ഇപ്പൊ ഫ്രൂട്ട്സിൽ നിന്നാണെങ്കിൽ അവോക്കാഡോ നിന്ന് കിട്ടും. പിന്നെ നട്ട്സ്, സീഡ്സിൽ നിന്നെല്ലാം കിട്ടും. ഈ നല്ല ഗുഡ് ഫാറ്റ് ആണ്. അവോക്കാഡോ നല്ലതാണ്. അവോക്കാഡോ നമുക്ക് സാലഡിലൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ജ്യൂസ് ആയിട്ടൊന്നും കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം നമ്മൾ അതിൽ ഷുഗർ അതേപോലെ പാലൊക്കെ ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട. നോർമലി നമ്മൾ അതിനെ നന്നായിട്ട് എടുത്തിട്ട് സാലഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉണ്ടാവുക. പിന്നെ ഒലിവ് ഓയിൽ വളരെ നല്ലതാണ്. നമ്മളിപ്പോ സാലഡ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഇച്ചിരി ഒലിവ് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് ഫാറ്റും കിട്ടും, നല്ല ഫൈബറും കിട്ടും, രണ്ടും ഒരുമിച്ച് കിട്ടും. പിന്നെ നല്ല നെയ്യ് നല്ലതാണ്. ഈ സാധനങ്ങളെല്ലാം നല്ലതാണ്, പക്ഷേ ഒരുപാട് ഹീറ്റ് ആവരുത്. ഒരുപാട് ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് കേടാണ്. ഇപ്പൊ എണ്ണയാണെങ്കിൽ പോലും നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് അത് ജസ്റ്റ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. എന്നാൽ തുടർച്ചയായിട്ട് ആ എണ്ണ തിളച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാല് മീൻസ് ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഈ എണ്ണ നമുക്ക് ഒരു സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് ഒട്ടും ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഒരു ഫാറ്റ് ആയിട്ട് ബോഡിയിൽ ഡെപ്പോസിറ്റ് ആവും. അപ്പൊ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഓവറായിട്ട് ചൂടാക്കാണ്ട് നമ്മൾ കഴിക്കുന്നതാണ് നല്ലത്. ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഈ എണ്ണ ഓവറിലിട്ട് മുക്കി പൊരിക്കുന്നത് ഒഴിവാക്കിയിട്ട് അല്ലാത്ത രീതിയിൽ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റീം ചെയ്തൊക്കെ എടുക്കുന്നതാണ് വളരെ നല്ലത്. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ടോട്ടൽ ഓവറോൾ ഹെൽത്തിന് നല്ലതാണ്. അപ്പൊ ഡെയിലി ഒരു സ്പൂണെങ്കിലും ഒലിവ് ഓയിൽ കഴിക്കുക. ഇനി ഗട്ട് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നെയ്യ് കഴിക്കാം. നല്ല നെയ്യ് കഴിക്കാം. ഒട്ടും കെമിക്കൽ ചേരാത്ത ഒറിജിനൽ നെയ്യാണെങ്കിൽ കഴിക്കാം. ഒറിജിനൽ നെയ്യ് കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് കൂടില്ല. അതൊരു ഗുഡ് ഫാറ്റ് ആണ്. ബോഡിയിൽ ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മോഷനൊന്നും പോവാത്തവർക്ക് ഒരു കുറഞ്ഞ അളവിലുള്ള നെയ്യൊക്കെ നമുക്ക് കഴിക്കാൻ കുഴപ്പമില്ല. ഈ രീതിയിൽ നമ്മുടെ ഭക്ഷണങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഇപ്പൊ ഓരോരുത്തരുടെയും വെയിറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്.
ഒരാൾ 20 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കുടിക്കുക. അപ്പൊ നിങ്ങൾ എത്ര കിലോ വെയിറ്റ് ആണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ വാട്ടർ ഇൻടേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള വെള്ളം നമ്മുടെ ബോഡിയിൽ എത്തി കഴിഞ്ഞാലാണ് നമ്മുടെ വെയിറ്റ് ലോസ് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുള്ളൂ. ഇപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 96 കലോറി ശരീരത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ബേൺ ചെയ്യുന്നതാണ് യൂറിൻ പാസ് ചെയ്യുന്നതിലൂടെ. അപ്പൊ നമുക്ക് കലോറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും വാട്ടർ ഹെൽപ്പ് ചെയ്യും. വെള്ളം നമ്മുടെ ബോഡിയിൽ കുറയുന്ന സമയത്താണ് നമുക്ക് വീണ്ടും വീണ്ടും എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ വെള്ളം കറക്റ്റ് ആയിട്ട് ശരീരത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവും. വായ്ക്ക് നല്ല സ്മെല്ല് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞ അളവിൽ ഒരുപാട് വെള്ളമൊന്നും ഒരുമിച്ച് കുടിക്കാനും പാടില്ല. ഇപ്പൊ 1 മണിക്കൂറിനുള്ളിൽ 1 ലിറ്റർ വെള്ളത്തിലധികം നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ അത് കിഡ്നിക്ക് കേടാണ്. 1 മണിക്കൂറിന്റെ ഉള്ളിൽ 1 ലിറ്റർ വെള്ളം വരെ മാക്സിമം എത്തിയാൽ മതി. എന്നാൽ നോർമലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്താണ്, വെള്ളം ദാഹിക്കുമ്പോൾ ഒരുമിച്ച് ഒരുപാട് വെള്ളം അങ്ങോട്ട് കുടിക്കും. അപ്പൊ നമുക്ക് ദാഹത്തിന് ഒരു ആശ്വാസം ഉണ്ടാവും, പക്ഷെ നമ്മുടെ ഓർഗൻ അത് ഭയങ്കര റിസ്ക് ആണ്. അങ്ങനെ ചെയ്യാതിരിക്കാം. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ചൂല് അല്ലെങ്കിൽ ഒരു കെട്ട് വടി നമ്മൾ എടുത്തോണ്ട് പോകാൻ നമുക്ക് ഈസിയാണ്. എന്നാൽ അതൊരു വലിയ മരമാണെങ്കിലോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മൾ തന്നെ തളർന്നു പോകും. സെയിം തന്നെയാണ് നമ്മുടെ ഓർഗന്റെ അവസ്ഥ. കുറേശ്ശെ കൊടുക്കുമ്പോൾ അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബോഡിക്ക് എളുപ്പമാണ്. ഒന്നായിട്ട് ഒരുമിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് ബോഡിക്ക് ഭയങ്കര റിസ്ക് ആണ്. അപ്പൊ അവരവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ടയർഡ്നെസ് വരുന്ന ഒരാളാണെങ്കിൽ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഒരു ഹെർബൽ ടീയോ അല്ലെങ്കിൽ ഇച്ചിരി ജീരകമുള്ളോ അല്ലെങ്കിൽ കുക്കുംബർ വാട്ടറോ ഒക്കെ കുടിക്കാം. ഇതൊക്കെ വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ഡൈജഷനെയും നമ്മുടെ ശരീരത്തിലൊരു പ്യൂരിഫയർ ആയിട്ട് നമ്മുടെ ടോക്സിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫുഡ് പ്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് അതേപോലെ തന്നെ ഒരു സാലഡ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അതിന്റെ കൂടെ നമ്മൾ അരി എടുക്കുമ്പോൾ, ചോറ് എടുക്കുമ്പോൾ ഈ പ്ലേറ്റ് കാണുന്നത് പോലെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ചോറ് എടുക്കുക. കാരണം ബാക്കി എല്ലാത്തിലും കാർബ് ഉണ്ട്. നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ചോറ് ഒരുപാട് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം വരുന്നു. തെറ്റാണ്. നമുക്ക് ചോറിൽ കിട്ടുന്നത് പോലുള്ള കാർബ് തന്നെ നമ്മൾ എടുക്കുന്ന ബാക്കിയുള്ള വെജിറ്റബിൾസിലെല്ലാം കാർബ് ഉണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളതും അതിൽ കൂടുതലുമായിട്ടുള്ള കാർബ് കയറും. എണ്ണ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഉള്ള കുക്കിങ്ങിന് കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും സൺഫ്ലവർ ഓയിലോ അതേപോലെ പാം ഓയില് ഈ ഐറ്റംസിൽ പെടുന്ന ഒരുപാട് ഓയിൽ ഉണ്ടല്ലോ, അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണ തന്നെയാണ്. അത് തന്നെ നമുക്ക് പാക്കറ്റ് എണ്ണ വാങ്ങാണ്ട് കഴിവതും എണ്ണ ആട്ടുന്ന സ്ഥലത്തു നിന്ന് ഡയറക്റ്റ് ആയിട്ട് നല്ല എണ്ണ തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം വേണമെന്ന് നിർബന്ധമായിട്ട് ചില സമയത്തൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു ഇളം ചൂടുള്ള വെള്ളം ആ സമയത്ത് കുടിക്കുക. അതിന്റെ കൂടെ പച്ചവെള്ളം കുടിക്കരുത് ഭക്ഷണം കഴിക്കും. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ പ്ലേറ്റ് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, പ്രോട്ടീൻ, ഗ്രെയിൻസ് ഇതെല്ലാം ചേർന്ന ഒരു മീല് തയ്യാറാക്കുക. അതിന്റെ കൂടെ ഗുഡ് ഫാറ്റ് നമ്മൾ ഉൾപ്പെടുത്തുക. അതിന്റെ കൂടെ നമ്മൾ ഹൈഡ്രേറ്റ്, നമ്മുടെ ബോഡിയുടെ ഹൈഡ്രേഷൻ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ രീതിയിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കും. നമ്മുടെ ഓരോ ദിവസവും വളരെ നല്ലതായിരിക്കും. നമ്മുടെ വയറ് നന്നായാൽ ഉയിര് നന്നായി എന്നാ പറയില്ല. അപ്പോൾ വയറിന് കൊടുക്കുന്ന സാധനം ഏറ്റവും നല്ലതാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം അത്രയും ഹാപ്പിനെസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ മോര് നന്നായിട്ട് ഉൾപ്പെടുത്തുക. അതൊരു ഗുഡ് പ്രോബയോട്ടിക് ആണ്. അപ്പോൾ നോർമലി ഡെയിലി നമ്മൾ മോര് വേണമെങ്കിൽ നമ്മളെ ഭക്ഷണത്തിന്റെ കൂടെ ഉൾപ്പെടുത്താം. തൈരാണെങ്കിൽ നെയ്യ് കടഞ്ഞെടുത്ത് തൈര് യൂസ് ചെയ്യുക. നമ്മുടെ ഇതിപ്പോ എന്റെ ഗ്രൂപ്പിലുള്ള ഫുഡ് പ്ലേറ്റ് ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ഏകദേശമൊക്കെ അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. വെജിറ്റബിൾസ് ഉണ്ട്, അതേപോലെ തന്നെ കാർബ് ഉണ്ട്. നന്നായിട്ട് കൂടുതൽ ആൾക്കാരും പ്രോട്ടീൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുട്ട കൂടുതലുള്ളതൊക്കെ എന്റെ ഗ്രൂപ്പിലെ ഫോട്ടോകളാണ്. കാരണം ഞാൻ എന്റെ കൂടെ എല്ലാവരോടും നിർബന്ധമായിട്ട് പറയുന്നത് കക്കിരി നിർബന്ധമായിട്ട് എടുക്കുക, മുട്ട കഴിക്കുക. ഇത് രണ്ടും നിർബന്ധമായിട്ട് പറയാറുണ്ട്. കാരണം നമുക്ക് ബോഡിയിൽ വാട്ടർ കണ്ടന്റും ഫൈബറും ആവശ്യമുണ്ട്, അതേപോലെ തന്നെ പ്രോട്ടീനും ആവശ്യമുണ്ട്. കാണുമ്പോൾ ഇത് അത്ര റൈറ്റ് അല്ല. ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്കറിയാം ഇതിൽ എല്ലാത്തിലും പച്ചില മാത്രമുണ്ട്, ഒരു ഉപ്പേരി മാത്രമുണ്ട്. ഇത് റൈറ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി അല്ല.
ഇതിൽ നമ്മൾ ഒന്നുകില് മിക്സഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൊണ്ട് ഒരു സാലഡ് ഉണ്ടാക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ സാമ്പാറോ അവിയലോ അങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പൊ അവിയലൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരുപാട് പച്ചക്കായ ഇട്ടിട്ട് ഉണ്ടാക്കരുത്, വെയിറ്റ് കൂടും. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കുക. പിന്നെ ഡെയിലി പൊരിച്ച മീൻ വേണം എന്നുള്ള കോൺസെപ്റ്റ് ഒഴിവാക്കുക, നല്ലതല്ല. നമുക്ക് ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രോസസ്സിൽ കറക്റ്റ് ആയിട്ട് ആ വെയിറ്റ് ലോസ് കഴിയുന്നത് വരെ നിങ്ങളുടെ ഭക്ഷണം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം, വെയിറ്റ് ലോസ് ആയതിനു ശേഷം നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക. എത്ര മാസം കൊണ്ടാണോ വെയിറ്റ് ലോസ് ആയത് അത്രയും മാസം കൂടെ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ രണ്ട് കാര്യവും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ്, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രശ്നവും വരാത്തത്. അതുപോലെ തന്നെ ഷുഗർ ഉള്ളവര്, കൊളസ്ട്രോൾ ഉള്ളവര്, ബാക്കി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾ ഭക്ഷണത്തിലൂടെ ചേഞ്ച് ചെയ്ത് ഡോക്ടറെ കൊണ്ട് തന്നെ നിങ്ങളുടെ മെഡിസിൻസ് കുറപ്പിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് മരുന്ന് നിർത്താൻ പാടില്ല. ഈ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും.